അനേകം ജീവിതത്തിൻ്റെ കയ്പുകളുടെ നടുവിൽ എവിടെയോ ഒരു മാധുര്യമുണ്ട് എന്നൊരു തോന്നൽ. അത് അന്വേഷിക്കുകയാണ് എഴുത്തുകാരൻ ചെയ്യുന്നത്. എം.ടിയോളം അപാരമായ സ്വാധീനം ചെലുത്തിയ എഴുത്തുകാർ മലയാളത്തിൽ അധികം പേരില്ല. എൻ്റെ വീട്ടുകാർക്കൊക്കെ ആദ്യത്തിൽ ഞാൻ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരുപാട് മാർക്കൊക്കെ വാങ്ങുന്ന ആളാണ്, ഡോക്ടറാക്കണം എന്നൊക്കെ ഉള്ളൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നോട് ആരെങ്കിലും അന്ന് സ്വകാര്യമായി ചോദിച്ചിരുന്നു എനിക്കെന്തായിത്തീരണം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുക എഴുത്തുകാരനാവണം എന്നുള്ളത് തന്നെയാണ്. 50കളിലാണ് എം.ടി. വാസുദേവൻ നായർ എഴുതി തുടങ്ങിയത്. എം.ടിയുടെ എഴുത്തിന് അസ്ഥിവാരമിട്ട 50കളിലെ കേരളീയ സാമൂഹ്യാന്തരീക്ഷത്തെക്കുറിച്ച് ജ്യേഷ്ഠൻ എം.ടി. നാരായണൻ നായർ എഴുതുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധം വരുത്തിവെച്ച വിനകളെ തുടർന്നുണ്ടായ രൂക്ഷമായ ഭക്ഷണക്ഷാമം, ആയിരങ്ങൾ മരിച്ച കോളറ, ഞങ്ങളുടെ ഗ്രാമത്തെ പിടിച്ചുകുലുക്കിയ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും, വീട് നഷ്ടപ്പെട്ട് അലയുന്ന ഗ്രാമീണർ, സ്വാതന്ത്ര്യസമരം, ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയുടെ അറസ്റ്റിലുള്ള പ്രതിഷേധം. 13-14 വയസ്സുള്ളപ്പോൾ സ്കൂൾ വിദ്യാർത്ഥി സമാജത്തിന്റെ കയ്യെഴുത്തു മാസികയ്ക്ക് വേണ്ടി എം.ടി. ആദ്യമായി എഴുതിയ ഉന്തുവണ്ടി എന്ന കഥയുടെ പ്രമേയം 2 കാലുമില്ലാത്ത ഒരു മനുഷ്യനെ ഉന്തുവണ്ടിയിൽ കയറ്റി ഉരുട്ടിക്കൊണ്ടുപോയി ഭിക്ഷയാചിക്കുന്നതായിരുന്നു. ഒറ്റപ്പെടുന്നവരുടെയും സമൃദ്ധികളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നവരുടെയും ഏകാന്ത സഞ്ചാരം അന്നേ ആ എഴുത്തിന്റെ വഴികളെ നിർണയിച്ചു. എനിക്കന്ന് അതിലിരിക്കുന്ന ആ മനുഷ്യനോട് തോന്നുന്ന സഹതാപത്തെക്കാൾ അധികം അയാളെ ഇങ്ങനെ പ്രദർശിപ്പിച്ച് അയാളുടെ ഒരു മാനേജറെ പോലത്തെ ആളുണ്ടല്ലോ, അയാളോട് തോന്നിയ ഒരു രോഷമായിരുന്നു അന്ന് കൂടുതലായിട്ട് എന്നെ രചന കേട്ടു. 1948 ചിത്രകേരളത്തിൽ വന്ന വിഷുക്കൈനീട്ടമാണ് അച്ചടിച്ച ആദ്യ കഥ. 1953 20-ാം വയസ്സിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് BSc ബിരുദം നേടി പുറത്തിറങ്ങുമ്പോൾ രക്തം പുരണ്ട മണൽത്തരികൾ എന്ന ആദ്യ കഥാസമാഹാരം പുറത്തു വന്നിരുന്നു. 1954 ഹെറാൾഡ് ട്രിബ്യൂണൽ നടത്തിയ ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ വളർത്തുമൃഗങ്ങൾ എന്ന കഥയ്ക്ക് 1ാം സമ്മാനം കിട്ടി. 56 എഴുതിയ പാതിരാവും പകൽ വെളിച്ചവുമാണ് ആദ്യത്തെ നോവൽ. 58 പിന്നീടുള്ള എം.ടി.എൻ രചനകളുടെ കൂടി അസ്തിത്വം നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നോവൽ പ്രസിദ്ധീകരിച്ചു. 4 കെട്ട് പുറത്തുവരുന്ന സമയത്ത് എം.ടിക്ക് 24 വയസ്സ്. എഴുതാൻ ബാക്കിയുള്ള കൃതികൾ മനസ്സിൽ തൊട്ടു മുൻപുള്ളവർ വയറിനെ കുറിച്ച് എഴുതിയപ്പോൾ തങ്ങൾ ഹൃദയത്തെക്കുറിച്ച് എഴുതി എന്ന് 4 കെട്ടിനെ മുൻനിർത്തി എം.ടി. തന്റെ തലമുറയെ നിർവചിച്ചിട്ടുണ്ട്. അതായത് മുൻ തലമുറയിലെ തകഴിയുടെയും കാരൂരിന്റെയും ബഷീറിന്റെയും രചനാലോകത്ത് നിന്ന് വേറിട്ട ഒരു രീതിയിൽ നിസ്വജീവിതം തന്നെയാണ് എം.ടിയിലൂടെ പ്രമേയമായി വന്നത്. 62 അസുരവിത്ത്, 64 മഞ്ഞ്, 70 കാലം എന്നീ നോവലുകൾ കൂടി പ്രസിദ്ധീകരിച്ചതോടെ എഴുത്തിൽ എം.ടിയുടേതായ ഒരു സർഗപ്രപഞ്ചം സ്ഥാപിക്കപ്പെട്ടു. 85 രണ്ടാം ഊഴം എന്ന നോവലോടെ എം.ടിയുടെ മാസ്റ്റർഷിപ്പിന്റെ ഒരു കാലഘട്ടം പൂർത്തിയാവുകയാണ്. ഇതോടൊപ്പം ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയടത്തി, നിന്റെ ഓർമ്മയ്ക്ക്, ബന്ധനം തുടങ്ങി മലയാള കഥയുടെ ഭാവുകത്വം മാറ്റിവരച്ച എത്രയോ കഥകൾ. വാനപ്രസ്ഥവും ഷെർലക്കും ആ കഥാപ്രപഞ്ചത്തെ അനന്യമാക്കി. സ്വന്തം ആഖ്യാന രീതിയിൽ നിന്ന് ഏറ്റവും പുതിയ കാലത്തേക്കുള്ള ധീരമായ ഒരു വിച്ഛേദമായിരുന്നു ഷെർലക്ക്. അത് മലയാള കഥയെ തന്നെ നവീകരിക്കുന്നതിൽ മുന്നിൽ നിന്നു. എം.ടി.എൻ സാഹിത്യത്തിന്റെ തുടർച്ചയായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളും. 70-ലേറെ സിനിമകൾക്ക് എം.ടി തിരക്കഥ എഴുതി. നിർമാല്യം, ബന്ധനം, വാരിക്കുഴി, മഞ്ഞ്, കടവ്, ഒരു ചെറുപുഞ്ചിരി എന്നീ സിനിമകൾ സംവിധാനം ചെയ്തു. നിർമാല്യം മുതലുള്ള ആ സിനിമകൾ മലയാളിയുടെ നായക സങ്കല്പങ്ങളെ അപനിർമ്മിച്ചു. വിശ്വാസത്തെയും യാഥാസ്ഥിതികത്വത്തെയും ചോദ്യം ചെയ്ത പ്രമേയമെന്ന നിലയിൽ നിർമാല്യം ഇന്നും ഒരു മാസ്റ്റർ വർക്കായി പരിഗണിക്കപ്പെടുന്നു. സ്വന്തം സാഹിത്യത്തിൽ നിന്ന് വിടുതൽ നേടി പുതിയൊരു ചലച്ചിത്ര ഭാഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ 80കളിൽ എം.ടി നടത്തിയിട്ടുണ്ട്. കടവ്, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, വൈശാലി, സതയം, സുഹൃതം തുടങ്ങിയ സിനിമകൾ ഇന്നും മലയാളിക്ക് പുതിയ കാല സിനിമകൾക്കൊപ്പം കാണാനാകുന്നുണ്ട്. 7 നിറങ്ങളിൽ എഴുതിയ രാജകുമാരി, അരഞ്ഞാൻ ചരടോ
വൃത്തിയിലെയോ കൂടി വേണ്ട ഇപ്പോഴത്തെ കൊട്ടാരങ്ങളിലെ അലങ്കാരത്തിന് അവൾക്ക്. വീതുളി എറിഞ്ഞ് കൊടിമരം മുറിച്ചു രാമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? എന്നാലേ മാനം കെടും മുമ്പേ എന്നെ അങ്ങനെ എളുപ്പത്തിലൊന്ന് അരിഞ്ഞിട്ട് അവസാനിപ്പിച്ചതാ എന്റെ രാമ. കൊല്ലണ്ടതിനെ കൊല്ലണം. ദയ വിചാരിച്ചു വിട്ടാൽ അത് പിന്നെ അതിലും അനർത്ഥം ഉണ്ടാക്കും. ദ്രോഹം ഉണ്ടാക്കുന്ന സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം. അതാ മലയിലെ നിയമം. എന്താ വാല, തെറ്റുണ്ടോ? അംഗമുറ കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആളായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. MTയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അസ്തിത്വം മലയാളത്തിലെ മികച്ച ലിറ്റററി എഡിറ്റർ എന്ന നിലയ്ക്കുള്ളതാണ്. മലയാള സാഹിത്യത്തിൽ ആധുനികതയെ അടയാളപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാർ MTയുടെ എഡിറ്റർഷിപ്പിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. കേരളീയത എന്ന സാമൂഹ്യ രാഷ്ട്രീയ ഐഡന്റിറ്റിയുടെ ഏറ്റവും നിർണായകമായ പരിവർത്തന കാലത്താണ് MT എഴുതി തുടങ്ങിയത്. സാഹിത്യത്തിലും സാംസ്കാരിക ജീവിതത്തിലും പുരോഗമന പക്ഷത്തേക്കായിരുന്നു എന്നും MTയുടെ ചായ്വ്. കേരളീയത എന്നത് ആഗോളമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കാലത്തും MT മലയാളിയുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായി തുടരുന്നു. ആരാധകർക്കും വിമർശകർക്കും അവഗണിക്കാൻ കഴിയാത്ത ഒരു പ്രധാന എഴുത്തുകാരനായി തന്നെ. ഈ സംതൃപ്തി എന്ന് പറയുന്നത് എപ്പോഴും വളരെ അകലത്ത് നിൽക്കുന്ന ഒന്നാണ്. പരിപൂർണത, പെർഫെക്ഷൻ എന്ന് പറയുന്നത് സാഹിത്യം, കല തുടങ്ങിയ കാര്യങ്ങളിലില്ല. എന്നും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യമായ, അപ്രാപ്യമെന്ന് വിശ്വസിക്കുന്ന പൂർണ്ണതയുടെ ആ ചക്രവാളത്തിലെത്താൻ വേണ്ടിയിട്ടാണ്. MT കടന്നു പോകുമ്പോൾ മലയാളിയുടെ അനവധി കാലങ്ങൾ കൂടി നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നു. കടം ചോദിച്ച ഒരു സായാഹ്നം ബാക്കി കിടപ്പുണ്ട്. മറക്കരുതേ എന്നു മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന് അഗാധമായ സ്നേഹത്തോടെ വിട നൽകാം. കഥ എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ. ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമ്മൾ കഥകൾ കയറി വരുന്നു, കഥകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ പുതിയ ജീവിതസന്ധിയും ഓരോ പുതിയ കഥയുടെ ബീജമായി, അതിൽ തുടക്കമായി നമുക്ക് അനുഭവപ്പെടാതിരിക്കില്ല.